കോവിഡ്-19 വ്യാപനത്തിന് ശേഷമുള്ള അന്താരാഷ്ട്ര തലത്തിലെ വിമാനയാത്രികരുടെ എണ്ണം പുറത്തുവിട്ട എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ 2023 ലോകമെമ്പാടും 8.5 മില്യൺ പേർ വിമാനയാത്ര നടത്തിയെന്ന് ACI അറിയിച്ചു. തൊട്ടു മുൻപത്തെ വർഷത്തേക്കാൾ 27.2% അധികമാണിത്. വ്യോമയാന മേഖലയുടെ വളരെ വേഗത്തിലുള്ള തിരിച്ചുവരവിനെയാണ് എണ്ണത്തിലെ ഈ കുതിച്ചുചാട്ടം സൂചിപ്പിക്കുന്നത്. കോവിഡിന് മുൻപുള്ള വിമാനയാത്രക്കാരുടെ എണ്ണത്തിനോട് ഇതടുക്കുന്നു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 10 വിമാനത്താവളത്തിൽ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഇടം പിടിച്ചു. 7.22 കോടി യാത്രക്കാരുമായി പട്ടികയിൽ 10ാം സ്ഥാനത്താണ് ഡൽഹിയുടെ സ്ഥാനം. തിരക്കേറിയ 10 വിമാനത്താവളത്തിൽ 5ഉം US-ലാണ്. ഹാർട്ട്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ ഇന്റർനാഷണൽ എയർപോർട്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ US-ലെ അറ്റ്ലാന്റ വിമാനത്താവളമാണ് 1ാം സ്ഥാനത്ത്. യാത്രക്കാരുടെ എണ്ണത്തിൽ 2022-നേക്കാൾ 12% കുതിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും 2019-ലെ യാത്രക്കാരുടെ എണ്ണത്തേക്കാൾ 5% പിന്നിലാണ്. പട്ടികയിൽ 2ാം സ്ഥാനമാണ് ദുബായ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിനുള്ളത്. യാത്രക്കാരുടെ എണ്ണത്തിൽ 2022-നേക്കാൾ 31.7% വർധനമാണ് 2023-ൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിൽ 3ാം സ്ഥാനമാണ് US-ലെ ഡാലസ് ഫോർട്ട് വർത്ത് ഇന്റർനാഷണൽ വിമാനത്താവളമുള്ളത്. സീറോ കാർബൺ ഇലക്ട്രിക്കൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിലൂടെ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ വിമാനത്താവളം ലക്ഷ്യമിടുന്നു. ഹീത്രൂ വിമാനത്താവളം. ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ട് UK-യുടെ തലസ്ഥാനത്തേക്കുള്ള സുപ്രധാന കവാടമായി പ്രവർത്തിക്കുന്നു. അതിവിശാലമായ 4 ടെർമിനലുകളിലൂടെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഇവിടെ എത്തുന്നത്. ടോക്കിയോ ഹനേഡ ഇന്റർനാഷണൽ എയർപോർട്ട്. 2022-നെ അപേക്ഷിച്ച യാത്രക്കാരുടെ എണ്ണത്തിൽ 55% വർധനവാണ് ജപ്പാനിലെ ടോക്കിയോ ഹനേഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം പട്ടികയിൽ 16ാം സ്ഥാനത്തായിരുന്നു ഈ വിമാനത്താവളം. ഇവയെ കൂടാതെ ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ട്, ഇസ്താംബുൾ വിമാനത്താവളം, ലോസ് ആഞ്ചലസ് ഇന്റർനാഷണൽ എയർപോർട്ട്, ചിക്കാഗോ ഒഹറെ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവയും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്.